കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. FM അല്ലേട്ടാ, ബെസ്റ്റ് FM 95 അല്ലെങ്കിൽ റേഡിയോ മാംഗോ 91.9 അതൊന്നുമല്ല, മറിച്ച് ദൈവവചനാണ്. ഇനി 24 മണിക്കൂർ നമുക്ക് വചനം കേൾക്കാം. ഡാനിയച്ചന്റെ അടുത്ത് പോയപ്പോഴേ അവിടെ വെച്ച് ധ്യാനം കൂടി കഴിഞ്ഞപ്പം അവിടെ ധ്യാനത്തിന്റെ സമയത്തും മറ്റല്ലാത്ത സമയത്തും ഒക്കെ നോക്കിക്കൊണ്ട് 24/7 അവിടെ വചനം പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് എനിക്ക് ഒരു ബുദ്ധി വന്നത്, വീട്ടിലിരിക്കുന്ന രക്ഷാവചനം ഓഡിയോ ബൈബിൾ ഇതേപോലെ 24/7 വെക്കാലോ. മറ്റേത് ഞാൻ എല്ലാ സമയത്തും ഞാൻ വീട്ടിലുള്ളപ്പോഴോ അല്ലെങ്കിൽ എനിക്ക് കേൾക്കേണ്ട സമയത്ത് മാത്രമേ വെക്കാറുള്ളൂ, എന്നിട്ട് ഓഫ് ചെയ്ത് വെക്കും. അവിടെ അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് 24/7 വെക്കാമെന്നുള്ളത്. കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ ഇപ്പോൾ ജനുവരി ഫെബ്രുവരി ആയി, ഇതുവരെയ്ക്കും ഞാൻ ഫുൾ ടൈം വീട്ടില് വേദനം വെച്ചുകൊണ്ടിരിക്കുകയാണ്. 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, എന്നാൽ മൊബൈലിലോ ലാപ്ടോപ്പിന്റെയോ അങ്ങനത്തെ കറണ്ടിന്റെയോ ഒന്നും ഒരു സഹായം ഇല്ലാത്ത, കറണ്ട് ആവശ്യമുണ്ട് 8 മണിക്കൂർ വരെ നമുക്ക് കറണ്ട് ഇല്ലാതെയൊക്കെ പ്രവർത്തിക്കാൻ പറ്റുന്ന രക്ഷാവചനം ഓഡിയോ ബൈബിളിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റേഡിയോ അല്ല, റേഡിയോ പോലെ ഇരിക്കുന്ന മറ്റൊരു ഡിവൈസ് ആണത്. ഒറ്റ സ്വിച്ചിൽ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും. ഇനി കാക്കനാടുള്ള ഒരു ഡോക്ടർ അദ്ദേഹത്തിന്റെ കൃഷി സ്ഥലത്ത് ദൈവവചനം പ്ലേ ചെയ്ത് കഴിഞ്ഞപ്പം അവിടെ കൃഷിയില് വിളവില് സമൃദ്ധി ഉണ്ടായെന്ന് ഇങ്ങനെ ഒരു വാർത്ത ഒരു പക്ഷെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അങ്കമാലിയില് ഒരു ഫാമില് വചനം പ്ലേ ചെയ്തുകൊണ്ടിരുന്നപ്പം അവിടെ പാലില് ഭയങ്കര വർധനവ് ഉണ്ടായെന്നുള്ളൊരു വാർത്തയും ഒരു പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതെല്ലാം കേൾക്കുകയും ഒപ്പം തന്നെ സുഹൃത്തിന്റെ ഒരു സജഷൻ, അതായത് മക്കളെ രാത്രിയിൽ ഉറങ്ങുന്നില്ല, ഞെട്ടി എണീക്കുന്നു എന്നുള്ളൊരു പ്രശ്നം സുനോജേട്ടന് വന്നു കഴിഞ്ഞപ്പം സുനോജേട്ടന്റെ സുഹൃത്ത് പറഞ്ഞു, എടാ നീ ഒരു കാര്യം ചെയ്യ്, വചനം പ്ലേ ചെയ്ത് കൊടുത്ത് നോക്കി നോക്ക്, നിങ്ങൾക്ക് ഒരു പക്ഷേ മാറ്റം വരും എന്നുള്ളത്. ചേട്ടൻ അതുപോലെ ചെയ്തു, നല്ല മാറ്റം ഉണ്ടായി. മക്കളെല്ലാം സുഖമായിട്ട് ഉറങ്ങാൻ തുടങ്ങി. 4 മക്കളുള്ള ചേട്ടന് ഓരോ ആളെ എണീറ്റാൽ പോലും ബുദ്ധിമുട്ടാണ്. അങ്ങനെ ചേട്ടൻ നോക്കിയപ്പോൾ ഇങ്ങനത്തെ ഒരു ഡിവൈസ് പർച്ചേസ് ചെയ്യാൻ നോക്കി കഴിഞ്ഞപ്പം കിട്ടാനില്ല, അവൈലബിൾ അല്ല, നല്ല ക്വാളിറ്റി ഉള്ളതൊന്നും ഇല്ല, അങ്ങനെ ഡിവൈസസ് അവൈലബിൾ അല്ല. അപ്പോൾ മൊബൈലും കമ്പ്യൂട്ടറോ മറ്റു സാധനങ്ങളൊക്കെ ഉപയോഗിച്ചത് പ്ലേ ചെയ്യാന്നുള്ളത് പ്രായോഗികമല്ല. കാരണം അത് ബ്രേക്ക് ആവും, കോള് വരുമ്പോഴോ മറ്റൊക്കെ ബ്രേക്ക് ആവും. അതുകൊണ്ട് തന്നെ ചേട്ടൻ ഇങ്ങനത്തെ ഒരു ഡിവൈസിന്, ചേട്ടൻ ബാംഗ്ലൂർ IT കമ്പനി നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. ചേട്ടൻ ജോലിയെല്ലാം മാറ്റി വെച്ച് ചേട്ടൻ സ്വന്തമായിട്ട് ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്തതാണ് ഈ കാണുന്ന രക്ഷാവചനം. POCയുടെ ഓഡിയോ ഉപയോഗിച്ച് KCBCയോട് ചേർന്ന് തന്നെയാണ് അവരത് ചെയ്തിരിക്കുന്നത്. 1 വർഷത്തിന് മേലെയായി ഇപ്പോൾ ഇത് ഇറങ്ങിയിട്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാണ്. മാത്രമല്ല ഒറ്റ ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. മൃഗങ്ങളിലും പ്രകൃതിയിലും ദൈവവചനത്തിന് മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അതേ ദൈവവചനം തന്നെ മനുഷ്യരുടെ കേട്ടുകൊണ്ടിരുന്നാൽ, മുഴുവൻ സമയം കേട്ടുകൊണ്ടിരുന്നാൽ മനുഷ്യരിൽ വരാൻ പോകുന്ന മാനസാന്തരം എന്തായിരിക്കുമെന്ന വലിയ തിരിച്ചറിവിൽ നിന്നാണ് ചേട്ടനും ടീമും കൂടി ഈ ഒരു ഇനിഷ്യേറ്റീവ് ചെയ്തത്. ഇന്ന് ഒരുപാട് പേരിലേക്ക് ഓഡിയോ രൂപത്തിൽ ഇത് എത്തിക്കാനായിട്ടും ഒരുപാട് വീടുകളിൽ എത്തിക്കാനൊക്കെ ആയിട്ട് രക്ഷാവചനം ടീമിന് സാധിച്ചിട്ടുണ്ട്. ഇത് എവിടെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ അടിയിൽ തന്നെ ലിങ്കിന്റെ ഡിസ്ക്രിപ്ഷനും മറ്റൊക്കെ ഉണ്ട്. കത്തോലിക്കൻസിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഓഡിയോ ബൈബിളെന്നോ രക്ഷാവചനം ഒക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഞാനിതൊന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. ഇതില് ലോങ് പ്രസ്, ഈ ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൺ ആകും. ഇതിൽ നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. ഫേവറേറ്റ് ആക്കാൻ പറ്റും, അതേപോലെ നമുക്കിത് വേണമെങ്കിൽ ബുക്സ് സെലക്ട് ചെയ്യാൻ പറ്റും. ഫേവറേറ്റ് ആയിട്ടുള്ള ബുക്സ് നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ അങ്ങനെ സേവ് ചെയ്യാം. അങ്ങനെ പലതും നമുക്ക് ചെയ്യാൻ പറ്റും. മാത്രമല്ല നമുക്ക് ഒരു അരമണിക്കൂർ, ഇപ്പൊ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അരമണിക്കൂർ സ്ലീപ്പ് ടൈമിൽ ഇട്ടണമെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞ് തന്നെ ഓഫ് ആയി പോകും. അരമണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാണ്. ഇതെല്ലാം നമുക്ക് പോസിബിൾ ആണ്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഭാഗങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കാനത് ഫേവറേറ്റിൽ ഇടാം എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അത് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ആണ് ഇതിലുള്ളത്. എല്ലാം ഒറ്റ ബട്ടണിൽ നടക്കും ചെയ്യും. മാത്രമല്ല ഹൈ ക്വാളിറ്റിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബിസിനസ് പർപ്പസിന് അവർ ചെയ്തതല്ല. അതുകൊണ്ട് തന്നെ ഇതിന് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ദൈവവചനം ആയതുകൊണ്ട് അതിനർഹിക്കുന്ന സ്വീകാര്യത നമുക്ക് കിട്ടണം. നമ്മൾ ചിലരൊക്കെ ബൈബിള് പലയിടത്തും വെച്ച് പോകുന്നത് പോലെ ചിലപ്പം ഒരു എന്താ പറയാ, അതിനൊരു ആദരവ് കൊടുക്കാതെ വെച്ച് പോകുന്ന പോലെ ഇത് വെച്ച് പോകാൻ പാടില്ലെന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ തേക്കിലും റോസ് വുഡിലുമാണ് ഇത് ചെയ്തിരിക്കുന്നത്. നല്ല പ്രീമിയം ഫിനിഷിങ്ങും ക്വാളിറ്റിയും ആണ്. 1 വർഷം വരെ അവർ ഫ്രീ വാറന്റിയും സർവീസും തരും. അത് കഴിഞ്ഞാലും അവർ തരും കേട്ടോ. അവർക്ക് ഇതൊരു ബിസിനസ് പർപ്പസ് അല്ല, ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ എല്ലാ വിധത്തിലുള്ള ടെക്നിക്കൽ ഹെൽപ്പുകൾ അവർ ചെയ്തു തരും. എപ്പോഴും അവർ പ്രവർത്തന സജ്ജരാണ്. എല്ലായിടത്തും അവരുടെ ടെക്നിക്കൽ ടീമൊക്കെ ഉണ്ട്. ഈവൻ വിദേശത്തേക്കായാലും അവർ കൊടുത്തയക്കുന്നുണ്ട്. എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള സപ്പോർട്ടും അവരിൽ നിന്ന് കിട്ടും. എല്ലാ വിധത്തിലും വചനം പഠിക്കാൻ അവർ നമ്മളെ സഹായിക്കും, വചനം കേൾക്കാൻ നമ്മളെ സഹായിക്കും. ഇനി ഞാനൊന്ന് കേൾപ്പിക്കാം ഇത് എങ്ങനെയായിരിക്കണം എന്നുള്ളത്. നല്ല സൗണ്ട് ക്വാളിറ്റിയാണ്, സൂപ്പർ ക്വാളിറ്റിയാണ്. ജോസിയായുടെ 13ാം ഭരണവർഷമാണ് ജെറമിയ പ്രവാചകവൃത്തി ആരംഭിക്കുന്നത്. പിഴുതെറിയാനും തച്ചുടയ്ക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും നിർമ്മിക്കാനും നട്ടുവളർത്താനുമായിട്ടാണ്
ഒരു വീട്ടില് എവിടെ ഇരുന്നാലും നമുക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല അടിപൊളി സൗണ്ട് ക്വാളിറ്റി ആണ് ഇതിനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടും. നിങ്ങളുടെ എല്ലാവരുടെയും നെറ്റ് ചുളിയാൻ പോകുന്നത് ഒരു പക്ഷെ ഇതിന്റെ റേറ്റ് കേൾക്കുമ്പോഴാണ്. ഞാൻ പറഞ്ഞല്ലോ, റോസ് വുഡിലും തേക്കിലും ഇത് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇതിന്റെ കോമ്പോണൻസിന്റെ വിലയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര വിലയാണ്. അപ്പം ഇവരിത് ചെയ്തിറക്കി വന്നു കഴിഞ്ഞപ്പോൾ ഇതിന് ഇപ്പൊ തേക്കിലുള്ളതിനാണെങ്കിൽ ഏകദേശം ഒരു 5,000 റുപ്പീസിന്റെ അടുത്ത് പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെ വരും. അതിന്റെ കൊറിയർ ചാർജും സാധനങ്ങൾ ഉൾപ്പെടെ വരും. ഇന്ത്യയിൽ എവിടേക്കായാലും ഇത്രയും വരും ഏകദേശം. ഇന്ത്യക്കകത്ത് തന്നെ ഇപ്പൊ റോസ് വുഡിൽ ചെയ്യുന്നതിന് 6,000-ഓളം രൂപ വരും. ഇപ്പം റോസ് വുഡിലുള്ളത് മാത്രമാണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്കി ഇനി ഇംഗ്ലീഷിലും ഇത് സെയിം റേറ്റ് തന്നെയാണ് വരുന്നത്. അതിനൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. അവരിത് സാധാരണക്കാരിലേക്ക് എത്തിക്കാനായിട്ട് അവരെന്തൊക്കെ നോക്കിയിട്ട് ഇതിന്റെ കോസ്റ്റ് കുറയ്ക്കാൻ അവർക്ക് പറ്റുന്നില്ല. കാരണം ഇതിന്റെ കമ്പോണൻസിനെല്ലാം അത്ര വിലയുണ്ട്. പിന്നെ ഇത് മരം ലംബൂർ തേക്കിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയാണ്. നമ്മുടെ സ്വീകരണ മുറികളിൽ വെക്കാൻ പറ്റുന്ന രീതിയിൽ. കാരണം ഇത് വലിച്ചെറിയപ്പെടാനോ പല സ്ഥലത്തും കൊണ്ട് വെക്കാനോ പാടില്ല. ഇത് നമ്മൾ അതിന്റെ ആദരവ് ഇതിന് കൊടുക്കണം. ഇതിനുള്ള ആദരവ് അതിന് കൊടുത്തേ പറ്റൂ എന്നുള്ളത് കൊണ്ട് തന്നെ അവര് നല്ല രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിന് റേറ്റ് കുറയ്ക്കാൻ അവർ മാക്സിമം നോക്കുന്നുണ്ട്. ഏറ്റവും കുറവ് റേറ്റിൽ കൊടുക്കാൻ നോക്കിയിട്ടും അവർക്ക് ഇത്ര രൂപയ്ക്ക് അത് എത്തിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പൊ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ പുതിയൊരു ഡിസൈനും കൂടി കൊണ്ടുവരുവാണ്. കുറച്ചുകൂടി മെറ്റീരിയൽ എല്ലാം കുറച്ചുകൂടി മാറ്റി, മരത്തിൽ നിന്ന് മാറി വേറൊരു മെറ്റീരിയലിലേക്ക് മാറി സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈകാതെ തന്നെ അത് അവൈലബിൾ ആവുമായിരിക്കും. അതിന്റെ എല്ലാ ടെസ്റ്റിങ്ങും സാധനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ തീർച്ചയായിട്ടും ഈ യൂട്യൂബ് ചാനലിലൂടെ തന്നെ നമുക്ക് അറിയിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഞങ്ങളെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കത്തോലിക്കൻസിന്റെ വെബ്സൈറ്റിൽ ഇടയ്ക്കൊന്ന് കയറി നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് അവൈലബിൾ ആവും. രക്ഷാവചനം എന്നാണ് ഇതിന്റെ പേര്. ഇതിനും സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉണ്ട്. അപ്പൊ അതിനും കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. ലിങ്ക് എല്ലാം താഴെ കൊടുക്കാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇനി മുതൽ നമുക്ക് മുഴുവൻ സമയവും വചനം കേൾക്കാൻ പറ്റട്ടെ. നമ്മുടെ പ്രായമായവർക്ക്, എന്റെ വീട്ടില് അമ്മച്ചിയുടെ അമ്മ വന്ന് കുറെ ദിവസമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ കാണുന്നത് അമ്മമ്മയ്ക്ക് കുറച്ച് സമയം കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം അമ്മമ്മ ബൈബിൾ വായിക്കും, അതല്ലെങ്കിൽ കൊന്തയൊല്ലും. അപ്പം പ്രായമായവർക്ക്, ഇനി കണ്ണ് കാണാൻ പറ്റാത്തവർക്കോ അല്ലെങ്കിൽ കണ്ണിന് കാഴ്ചശക്തി മങ്ങിയവർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനമാണ്. നിങ്ങൾ കുറച്ച് പൈസ സേവ് ചെയ്തിട്ടാണെങ്കിൽ കൂടി നിങ്ങളിത് വചനം വീട്ടിൽ വാങ്ങിച്ചു വെക്കണം. മുഴുവൻ സമയം അവർ വചനം കേൾക്കട്ടെ. ഇനിയുള്ള സമയം അവർ ഒരുങ്ങട്ടെ. ഇതൊരു ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. കാരണം എല്ലാവർക്കും ഒരുപോലെ കേൾക്കാൻ പറ്റുന്ന ഒരുപാട് ടെസ്റ്റിമോണീസ് ഒക്കെ കേട്ടു. അതായത് വീട്ടിൽ വചനം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ +1 പഠിക്കുന്ന പിള്ളേരുടെ അക്കാദമിക്സിലൊക്കെ മാറ്റം വരുന്നു. അവർ വചനം കേൾക്കുന്നൊന്നുമില്ല, പക്ഷെ ഇത് അവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിന്റെ അഭിഷേകം അവരിലേക്ക് വേറെ അറിയാതെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് പേരുടെ, ഒരുപാട് ഫാമിലീസിൽ അവർ തമ്മിലുള്ള ബന്ധങ്ങളിലൊക്കെ മാറ്റം വരുത്താനായിട്ട് ഇത് പറ്റുന്നുണ്ട്. ദൈവവചനം വീട്ടിൽ നിറയട്ടെ. ഒപ്പം തന്നെ നമ്മുടെ വെളിപാട് 1:3 പറയുന്ന പോലെ തന്നെ ഈ പ്രവചനത്തിലെ വാക്കുകൾ കേൾക്കുന്നവരും വായിക്കുന്നവരും ഇതിൽ എഴുതിയിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ. അപ്പം അതിനൊക്കെ വായിക്കാനായിട്ട് നമുക്ക് ബൈബിൾ കിട്ടി, വചനം കേൾക്കാനായിട്ട് നമുക്ക് ഓഡിയോ ബൈബിൾ ഉണ്ട്, വചനം പഠിക്കാനായിട്ട് നമുക്ക് റേമ കാർഡ് ഉണ്ട്. അപ്പം ഇനി ജീവിച്ചാൽ മതി, നമുക്ക് വചനം ജീവിക്കാൻ തുടങ്ങാം. ഒപ്പം തന്നെ ആർക്കെങ്കിലും ഇനിയും റേമ കാർഡ് ആരെങ്കിലും പരിചയപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് പരിചയപ്പെടുത്തുകയാണ്. ഇത് റേമ കാർഡിന്റെ സെറ്റ് 2 ആണ്. 50 വചനമാണ് ഈ ബോക്സിലുള്ളത്. ഇത് ഇംഗ്ലീഷിന്റെ സെറ്റ് 2 ആണ്. നമുക്ക് റേമ കാർഡ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഒരു വചനം പഠിക്കാനുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണ് കത്തോലിക്കൻസിന്റെ. നിങ്ങൾക്ക് എല്ലാ ദിവസവും വചനം പഠിക്കാനുള്ള കാർഡുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഒരു വശം ഉപയോഗിച്ച് നിങ്ങൾക്ക് വചനം പഠിക്കാനും, നമ്മളെപ്പോഴും മറന്നു പോകുന്ന ആൾക്കാർ, അപ്പം മറുവശം ഉപയോഗിച്ച് നമുക്ക് പഠിച്ച വചനങ്ങൾ ഓർത്തെടുക്കാനും പറ്റുന്ന രീതിയിലാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. കണ്ടോ, ഇതിന്റെ പുറകുവശത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ എന്താണോ അധ്യായം വാക്യം അത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ജോൺ 15:3 എന്താ നമ്മൾ പറയണം, മക്കൾക്കും മാതാപിതാക്കൾക്കും ഒക്കെ ഒരുമിച്ച് വചനം പഠിക്കാൻ പറ്റുന്ന രീതിയിൽ കുടുംബ പ്രാർത്ഥന കഴിയുമ്പം മക്കൾക്ക് മാതാപിതാക്കളോട് ചോദിക്കാം, മാതാപിതാക്കൾക്ക് മക്കളോട് ചോദിക്കാം. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചും പറഞ്ഞും ഒക്കെ വചനം പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരുക്കിയിരിക്കുന്ന കാർഡുകളാണത്. 20 സെറ്റാണ് ടോട്ടൽ ഉണ്ടാവുക. ഇപ്പൊ 2 എണ്ണമാണ് ഇറങ്ങിയിരിക്കുന്നത്. ഫെബ്രുവരി മാസത്തിൽ അടുത്ത 2 എണ്ണം കൂടി ഇറങ്ങും, മാർച്ചിൽ അടുത്ത 2 എണ്ണം, അങ്ങനെ ഓരോ മാസവും 2 എണ്ണം വെച്ചാണ് ഇറങ്ങുന്നത്. ഇംഗ്ലീഷിലും മലയാളത്തിലും അവൈലബിൾ ആണ്. വൈകാതെ തന്നെ ഹിന്ദിയിലും തമിഴിലേക്കും ഒക്കെ നമ്മളത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ രക്ഷാവചനത്തിന്റെ പുതിയ ഡിവൈസ് നമുക്ക് മറ്റ് ഭാഷകളിൽ അവൈലബിൾ ആണ്. ഇംഗ്ലീഷും മലയാളവും കൂടാതെ മറ്റ് ഭാഷകളിൽ അവർ അവൈലബിൾ ആക്കാൻ നോക്കുന്നുണ്ട്. കുറച്ചുകൂടി നല്ല പ്രീമിയം ലുക്കിലും നല്ല ക്വാളിറ്റിയിലൊക്കെയാണ് അവരത് ചെയ്യാൻ നോക്കുന്നത്. എല്ലാവരും ഈ 2 ഇനീഷ്യേറ്റീവിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവവചനം ആളുകളിലെത്തി ദൈവവചനത്തിലൂടെ ആളുകൾ വിശദീകരിക്കപ്പെടാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പ്രവർത്തിക്കാം. എന്ത് സഹായത്തിനും ഞങ്ങൾ റെഡിയാണ്. യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷന്റെ താഴെ ഞങ്ങൾ ലിങ്കും മറ്റു കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് വരുന്ന അപ്ഡേറ്റ്സ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനലൊക്കെ ഫോളോ ചെയ്യാം. വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ഭാഗമാകാം. നിങ്ങൾക്ക് അതിൽ വരുന്ന പുതിയ ഡിവൈസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അതിൽ അറിയാൻ പറ്റും. എല്ലാ തരത്തിലുള്ള സഹായങ്ങളും ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്.
പറ്റുമെങ്കിൽ ഓരോ മാസം ഇപ്പം പൈസ ഇല്ലാത്തവര് ഓരോ മാസം കുറച്ചീശയായിട്ട് പൈസയൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ട് ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റം ഉണ്ടാക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ദൈവവചനം നിങ്ങൾ എത്രയോ പൈസ ഡ്രസ്സ് വാങ്ങിക്കാനും മറ്റൊക്കെ കളയുന്നു. ദൈവവചനം കേൾക്കാനായിട്ടുള്ള ഡിവൈസിന് വേണ്ടി നമുക്ക് പൈസ മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ ജീവിതം നവീകരിക്കപ്പെടട്ടെ. ഈശോ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു സോ മച്ച്.